ഇപ്പം എല്ലാവരും സുനിത വില്യംസിനെ പിടിച്ചോണ്ടിരിക്കുകയല്ലേ. കാരണം എന്നാണെന്നറിയാമോ? സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി വന്നു, ആ മതത്തിൽപ്പെട്ടത്, ആ മതവിശ്വാസം, ഈ മതവിശ്വാസം, ആ ഗ്രന്ഥമുണ്ട്, ഈ ഗ്രന്ഥമുണ്ട്, എന്തും ആകട്ടെ, സുനിത വില്യംസിനെ ഒരു മനുഷ്യനായിട്ട് നമുക്ക് കാണാൻ സാധിച്ചതല്ല. ശാസ്ത്രത്തിൻ്റെ വഴിയെ വിട്ട്, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നൊരവസ്ഥ പോലും ഉണ്ടായതാണ്. രക്ഷപ്പെടുമോയെന്ന് പോലും അറിഞ്ഞില്ല. ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പം അവർക്ക് സ്വൈര്യമെന്ന് പറയണില്ല. ഇപ്പം ചിലപ്പം പുള്ളിക്കാർ കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോകളും അല്ലെങ്കിൽ ഈ നമ്മുടെ സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസുകളൊക്കെ കേൾക്കാനിട വന്ന പുള്ളിക്കാർ പറയും അവിടെയായിരുന്നായിരിക്കും ആ ബഹിരാകാശത്ത് എങ്ങാനും കിടന്നാൽ മതി എന്ന് ചിന്തിക്കും. ആ യാത്രികനും കൂടെ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് രക്ഷ എന്ന് പറയണില്ല. ജാതിയുടെ, മതത്തിൻ്റെ, എന്നു വേണ്ട വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ എല്ലാം പിടിച്ചു കെട്ടി മനുഷ്യനിങ്ങനെ ഇരിക്കുകയാണ്. ഈ മനുഷ്യൻ്റെ കാര്യമില്ലേ, എന്തും ആകട്ടെ, ഏത് മതമാകട്ടെ, ഏത് ജാതി, ഏത് വിശ്വാസമാകട്ടെ, അവർ മനുഷ്യരല്ലേ. മനുഷ്യരായിട്ട് നമുക്ക് കണ്ടാൽ പോരെ. ശാസ്ത്രത്തിൻ്റെ വിജയം എന്ന് കൂട്ടിയാൽ പോരെ. കാരണം അവിടെ പോയി ഇത്രയും കണ്ടു എന്നെ കൊണ്ടുവരാൻ പറ്റില്ലാണ്ട് പോലും വരുന്ന ഒരു അവസ്ഥ വന്നു. എന്നിട്ടും തിരിച്ച് ഭൂമിയിൽ സുരക്ഷ. ആ സമയത്ത് കൽപ്പന ചൗളയുടെയൊക്കെ ജീവിതം നമ്മൾ കണ്ടതല്ലേ. ഇല്ലേ, ആ കൊണ്ടുവന്ന പേടകത്തിൻ്റെ ചിറകിന് തീ പിടിച്ച് കത്തി അവർ 7 പേര് മരിച്ചു പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഒന്നോർക്ക് അതൊരു ഭാഗ്യമാണ്, അവരുടെ ഭാഗ്യം എന്ന് കൂട്ടിയാൽ മതി. എന്താണേലും മനുഷ്യനാണ് നമ്മൾ സങ്കല്പിച്ചാൽ പോരെ. ഒരു മനുഷ്യൻ്റെ കഴിവ്, ആ സ്ത്രീയുടെ കഴിവ്, ഒരു പെണ്ണായ ഒരു വനിതയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുന്നതിൽ അഭിമാനിക്കുക വേണ്ടത്. അതേ പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പറഞ്ഞ് ശരിയാണെന്ന്. നമ്മളെല്ലാത്തിനെയും ആ രീതിയിൽ കാണുക, അല്ല ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവ് ഉണ്ടാക്കാതിരിക്കുക. എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്? ഏത് വിശ്വാസമാകട്ടെ അത് ഓരോരുത്തരുടെ ഇഷ്ടമായിട്ട് കൂട്ടുക, അതല്ലേ ശരി.